AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായി ആലപിക്കുമ്പോൾ സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കണ്ണിൽ കാഴ്ചയുള്ളവർക്ക് ഒരു സംശയവുമില്ല. കാരണം സോണിയാഗാന്ധി വളരെ കൃത്യമായി പറയുന്നുണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന്. ജയറാം രമേശ് വന്നിരുന്നിട്ട് എത്രമേൽ കൊട്ടിഘോഷിച്ച് വസ്തുതയെ മാറ്റി അത് കസേര കൊണ്ടുവരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾ കണ്ടതാണ്, ഐ വിറ്റ്നസ് ആയി പോയതാണ് ജനങ്ങൾ, ദൃസാക്ഷികളാണ് ജനങ്ങൾ, വീഡിയോയിലൂടെ ഡിജിറ്റൽ തെളിവുകളിലൂടെ ഈ രാജ്യം കണ്ടതാണ് എന്നുള്ളതാണ്. എന്താണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പറ്റുന്നത്? നേരത്തെ VD സതീശൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ചരടുവലികൾ നടത്തുന്നു. VD സതീശൻ ശക്തമായി വീണ്ടും കോൺഗ്രസിനെ കേരളത്തിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി പോലും VD സതീശന്റെ അധീനതയിലായി പോകുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും ഇന്ത്യ ചർച്ച ചെയ്തതാണ് വലിയ നേതൃത്വത്തിന്റെ ദാരിദ്ര്യവും ആ ഒരു പവർ ആധികാരികതയില്ലാതാവുന്നതും. സാക്ഷാൽ സോണിയ ഗാന്ധി നിർത്താൻ പറഞ്ഞിട്ട്, ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ നിർത്താൻ പറഞ്ഞിട്ട്, മുഖത്തു മുഴുവനും നീരസം പ്രകടിപ്പിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് അവിടെ നിന്നിട്ടും അത് നിർത്താതെ മുമ്പോട്ട് പോകണമെങ്കിൽ എന്താണ് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ നേതൃത്വത്തിന് നൽകുന്ന ആധികാരികത എന്നുള്ളത് വീണ്ടും രാജ്യം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. BJPയുടെ ഇൻവോൾവ്മെന്റ്, BJPയെ കുറിച്ച് വലിയ രീതിയിൽ സ്വാധീനമുള്ളവർ, കോൺഗ്രസിൽ നാളെ BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ കോൺഗ്രസിന്റെ സംഘടനാതല പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടെയാവുകയാണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ AICC ആസ്ഥാനത്ത് എണ്ണം പറഞ്ഞ നേതാക്കളിൽ നിന്ന് അത് ആ ദേശീയ വന്ദേമാതരം മുഴുവനായി പാടുന്നത് എന്ന് പറഞ്ഞിട്ടും നിർത്താതെ മുന്നോട്ട് പോകുവാനുള്ള തൻ്റെ ഇടവും അധികാരവും എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായാൽ ആദ്യം BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കുത്തൊലിച്ചു പോകുന്നത്? കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് BJPയുമായാണ്. BJPക്കുമായി അറിയാം കോൺഗ്രസ് ദുർബലപ്പെടണം, കോൺഗ്രസിന്റെ നേതാക്കളെ ഏതൊരു സമയത്തും BJPയിലേക്ക് ആകർഷിക്കാൻ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ ഒരുപക്ഷെ ഹിന്ദുത്വം ഉണ്ടാകാം, മൃദു സമീപനമാണെങ്കിലും അതിനെ നമുക്ക് തീവ്രമായി ആളിക്കത്തിക്കാനായി സാധിക്കാം. വർഗീയത ഏറ്റവും കൂടുതൽ കുത്തിവെക്കാൻ സാധിക്കുന്നതും കോൺഗ്രസ് നേതാക്കളിലേക്കായിരിക്കാം. സമുദായ സമവാക്യങ്ങളിൽ കിടന്നു ഉലയുന്നതും കോൺഗ്രസ് ആണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ടാകാം BJPക്ക് വളരെ പെട്ടെന്ന് അവരുടെ ചാക്കിലേക്ക് കോൺഗ്രസ് നേതാക്കളെ വലയിട്ട് പിടിച്ചു കയറ്റാൻ എപ്പോഴും സാധിക്കുന്നത്. കഴിഞ്ഞകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നമുക്ക് അതിനകത്ത് കാണുവാനും സാധിക്കും. ഇന്ന് AICC ആസ്ഥാനത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ നിർത്താൻ പറഞ്ഞിട്ടും നിർത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അച്ചടക്ക നടപടിയിലേക്ക് കോൺഗ്രസ് പോവില്ല. അങ്ങനെ പോകണമെങ്കിൽ സംഘാടകനായ എൻ്റെ ഉള്ളിൽ BJPയുമായുള്ള ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. എന്നെ പിണക്കിയാൽ BJP പിണങ്ങും, BJP പിണങ്ങിയാൽ ED റെയ്ഡ് അടക്കമുള്ള പലതരത്തിലുള്ള കാരണങ്ങളിലേക്ക് ആ നേതാവിനെ, കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൊണ്ടുപോകാൻ കഴിയും. ഇത്തരത്തിലുള്ള ആശങ്കകളായിരിക്കാം ഒരുപക്ഷെ സ്റ്റോപ്പ് എന്ന് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും നീരസം പ്രകടിപ്പിച്ചിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘാടകർക്കായത് എന്നുള്ളതാണ്. 100% കോൺഗ്രസിന്റെ നേതൃദാരിദ്ര്യത്തെയും അധികാരമില്ലായ്മയെയും എടുത്തു കാണിക്കുന്നതായി ഇന്ന് രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയ സംഭവങ്ങൾ. വെറും നാടകീയ സംഭവങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ പോലും കഴിയാത്ത വിധം അത് പതിച്ചു പോയി എന്നുള്ളതാണ്.